പ്രിയമുള്ളവരെ നമസ്കാരം. ഞാൻ ഡോക്ടർ ഹരീഷ് അമ്പകര. ഇന്ന് നമ്മൾ ചെയ്യുന്നത് കളരികളിൽ ചില കാര്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ഒരടിക്ക് ഒരു പ്രയോഗം എന്നുള്ളതല്ല, ഒരടിയിൽ ചേർന്നിട്ട് എത്രയോ പ്രയോഗങ്ങൾ പഠിച്ചാലാണ് നമുക്കൊരു പ്രയോഗം ചെയ്യാൻ കഴിയുക. അപ്പോൾ ഒരെണ്ണത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മളിന്ന് പഠിക്കുന്നത്. അല്ലാതെ ഒരു പ്രയോഗത്തിന് ഒരു ടെക്നിക്ക് എന്നുള്ള രീതിയിലേക്ക് പോകരുത്. നേരെ മറിച്ച് ഒന്നിൽ നിന്ന് ഒന്നിലേക്കുള്ള ചലനമാണ്. അതൊരു വെള്ളമൊഴുക്ക് പോലെ, മറ്റേത് ഓരോ ഡ്രോപ്സ് വീഴുന്ന മാതിരിയാണ്, ഓരോ തുള്ളികൾ വീഴുന്ന മാതിരിയാണ്. അപ്പോൾ ഒരു ടെക്നിക്കിൽ നിന്ന് അടുത്ത ടെക്നിക്കിലേക്ക് പോകാനുള്ള ബുദ്ധി വൈഭവം ഉണ്ടാക്കലാണ് കളരിപ്പയറ്റിൻ്റെ കാതൽ. അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കി വെച്ചോണം. ഇല്ലെങ്കിൽ ഇതൊന്നും സമയത്ത് ഉണ്ടാവില്ല. അല്ലാതെ പഠിപ്പിക്കണമൊക്കെ തന്നെ സമയത്ത് വരില്ല. നമുക്കൊരു 10-300 പ്രയോഗങ്ങളെങ്കിലും മിനിമം വെറുങ്കയിൽ അറിയാതിരിക്കണം. അപ്പോൾ കുറച്ചുകൂടെ ഡീപ്പായിട്ടൊക്കെ കാര്യങ്ങൾ ചെയ്യാനേ പറ്റും, സ്പീഡും ഒക്കെ കിട്ടും. പിന്നെ അറിയാമല്ലോ, എല്ലാത്തിൻ്റെ പിറകിൽ പ്രാക്ടീസാണ് വലുത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക്. ഇപ്പം ചില സമയങ്ങളിൽ കത്തി ഇങ്ങനെ കുത്തുന്ന സമയത്ത് ഇങ്ങനെ പിടിക്കുന്ന മെത്തേഡുണ്ട്. ഇത് ചെയ്യരുത്. കാരണം കത്തി ഇങ്ങനെ പിടിക്കുമ്പോൾ തള്ളവിരലായിരിക്കണത് ഇങ്ങനെ കിട്ടിയില്ലാത്ത, പക്ഷെ ഇത് പോവുകയും നേരെ കത്തി വന്ന് കയറാനുള്ള സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മളെപ്പോഴും സേഫ് എന്ന് പറയുന്നത്, പലരും പറയും ബോഡി വളച്ച് പിടിക്കാനൊക്കെ പറയും. ഇതൊന്നും സേഫ് അല്ല. എങ്ങനെയാണ് മാറേണ്ടതെന്ന് കാണിച്ചു തരാം. ഇതാണ് മാറ്റം. ഇവിടെ കത്തി നിൽക്കുന്ന പൊസിഷൻ കണ്ടോ, നേരെ മുന്നോട്ടാണ്. നമ്മൾ അവിടുന്ന് ശരിയായ രീതിയിൽ മാറിയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഏറ്റവും സേഫ് എന്ന് പറയുന്നത് ഇതായിരിക്കും. ഓക്കെ, കുത്തുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ തട്ടാം, പക്ഷെ ഇവിടെ കൈയുടെ ഏരിയ കണ്ടോ, ഇത്രയേ ഉള്ളൂ ഇങ്ങനെ. അപ്പോൾ ഇത് സേഫാണ്. കാരണം കത്തി നമ്മുടെ നേരെ വരുന്നതിന് നമ്മൾ ബോഡി മാറുന്നു, കത്തി കുത്തുമ്പോൾ ഇങ്ങോട്ട് തട്ടുന്നു എന്നുള്ള ശരി തന്നെയാണ്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത്, ശ്രദ്ധിക്കേണ്ടത്, കത്തി കുത്തുമ്പോൾ ഇങ്ങനെ തട്ടിയാൽ വലിയ ഗുണമുണ്ട്. കാരണം കാണിച്ചു തരാം. നേരെ കുത്തുമ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്തതെങ്കിൽ ആൾക്ക് കത്തി തിരിച്ചിട്ട് ഇങ്ങോട്ട് വരയാൻ പറ്റും. റൈറ്റ്. അതേസമയം കത്തിക്ക് കുത്തി നമ്മൾ ഇങ്ങോട്ടാണ് തട്ടുന്നെങ്കിൽ വരയാൻ നോക്കി കൈ ഇങ്ങോട്ട് വരില്ല. അപ്പം നമ്മുടെ കൈ ഇങ്ങനെയും കൂടെ ഉണ്ടെങ്കിൽ എന്താണ്, തീർച്ചയായിട്ടും നമുക്ക് ബ്ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റും. ശേഷം ഇവിടെ ഒന്നുകൂടെ നോക്കുക. കത്തിക്ക് കുത്തുന്നു, നമ്മൾ തട്ടിയാൽ നമുക്ക് പിടിക്കാൻ എളുപ്പം. തട്ടിയതിന് ശേഷം പിടിക്കാൻ എളുപ്പമാണ്. പിടിച്ചു കഴിഞ്ഞാൽ കത്തിയുടെ ഭാഗത്ത് ഇവിടെ ഇങ്ങനെ കൈ മുറുകണം. ഇതേ രീതിയിൽ മുറുകിയതിന് ശേഷം നമ്മൾ തിരിഞ്ഞാൽ കത്തി നമ്മുടെ കയ്യിലിരിക്കണ്ടോ ഉണ്ടോ. അപ്പം നമുക്ക് ഇവിടുന്ന് കത്തി നമുക്ക് ഇങ്ങോട്ട് മേടിക്കാൻ പറ്റും. ക്ലിയർ. ഇവിടെ ഇങ്ങനെ ഇരിക്കുന്ന കത്തി നമ്മളിങ്ങനെ പിടിച്ചു കഴിഞ്ഞിട്ട് ഒരു ബലം ഇങ്ങോട്ട് കൊടുത്താൽ കൈ തിരിയുകയും കത്തി ഇങ്ങോട്ട് കിട്ടുകയും ചെയ്യും. നമുക്ക് എന്ത് ചെയ്യാം, ഫിനിഷ് ചെയ്യാനായിട്ട് പറ്റും. ക്ലിയർ ആയോ? ഇനി ഇതിനകത്ത് ഒന്ന് അടുത്ത പ്രയോഗത്തിൽ വരുമ്പോൾ ശ്രദ്ധിക്കുക. കത്തിക്ക് കുത്തി നമ്മൾ തട്ടി കണ്ടോ, ഇവിടെ പിടിക്കുന്നു, മെല്ലെ തിരിഞ്ഞ് ഇവിടോട്ട് കയറുന്നു കേട്ടോ. ഈ കയറുന്ന കൂടെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വരഞ്ഞെടുക്കാൻ പറ്റും കേട്ടോ, വരഞ്ഞെടുക്കാൻ പറ്റും. റൈറ്റ്. അവിടെ നമ്മൾ തിരിഞ്ഞുണ്ടോ, തിരിഞ്ഞിട്ട് നമ്മൾ ഇവിടെ വരുന്നു. ഇവിടെ വരുമ്പോൾ കത്തി ഇങ്ങോട്ട് പിടിച്ചാൽ അട്ടേട്ട നമുക്ക് ഇവിടെ പൂട്ടാൻ പറ്റും. പൂട്ടിയാൽ നമുക്ക് ഇവിടെ വരയാൻ പറ്റും, നേരെ വരഞ്ഞെടുക്കാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ ട്രിക്ക്. ഇതിപ്പോൾ നമ്മൾ പറഞ്ഞു കത്തി പിടിക്കുമ്പോൾ ചെയ്യേണ്ടത് കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ഫൈറ്റിങ്ങിൽ എന്തൊക്കെ ചെയ്യണം. അപ്പോൾ ഇത് കണ്ടിരിക്കുന്ന ചിലത് ചോദിക്കും, ഇപ്പം ഇങ്ങനെ ഇരിക്കുന്ന കത്തി മേളിൽ കൂടെ വരഞ്ഞാലോ, പിടികിട്ടി നമ്മളിങ്ങനെ പിടിച്ചിക്കല്ലേ, അതിപ്പോൾ നമ്മൾ തലയുടെ മേളിൽ കൂടെ വരഞ്ഞാലോ, ഇനി അല്ലെങ്കിൽ തട്ടി നിൽക്കുന്നു തിരിച്ച് വെട്ടിക്കൂടെ എന്നൊക്കെ ചോദിക്കാം. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമുക്ക് ഈ ചെറിയ വീഡിയോയിൽ ചെയ്യാൻ പറ്റില്ല. അതിനൊരു ഗുരുവിൻ്റെ കീഴിൽ നല്ലതായിട്ട് പഠിക്കുമ്പോൾ ഈ സംശയങ്ങളൊക്കെ മാറി കിട്ടും. നല്ല ഗുരുവാണെങ്കിൽ അത് അനുഭവിച്ച് പഠിക്കുക എന്നുള്ളത് കുറച്ചുകൂടി രസകരമായിരിക്കും. അഭിപ്രായങ്ങൾ അറിയിക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.